ഓഷ്യൻ സാറ്റ് ഉപഗ്രഹത്തിന് ആവശ്യമായ ഊർജം കിട്ടുന്നത് എവിടെ നിന്നുമാണ്? ഉത്തരം 15 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള സൗര പാനലുകൾ സൃഷ്ടിക്കുന്ന 13,600 വൈദ്യുതിക്ക് പുറമെ ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള 2 നിക്കൽ കാഡ്മിയം ബാറ്ററികളും ഊർജം നൽകുന്നു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ഉപഗ്രഹം ഏതാണ്? ഉത്തരം എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റിന്റെ ഉപഗ്രഹ വിക്ഷേപണ പേടകം ഏതാണ്? ഉത്തരം GSLV F1. ലാപ്പിന്റെ പൂർണ്ണരൂപം? ഉത്തരം ലൈമാൻ ആൽഫ ഫോട്ടോമീറ്റർ. എഡ്യൂസാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം? ഉത്തരം 1950 കിലോഗ്രാം. ബഹിരാകാശ യാത്രികർ ധരിക്കുന്ന പ്രത്യേക വേഷ സംവിധാനത്തിന്റെ പേര്? ഉത്തരം സ്പേസ് സ്യൂട്ട്. സ്പേസ് സ്യൂട്ടിന്റെ വിലയും ഭാരവും എത്രയാണ്? ഉത്തരം ഏകദേശം 300 കിലോഗ്രാം ഭാരവും 18 ലക്ഷം രൂപയും. സ്പേസ് സ്യൂട്ട് ധരിക്കാൻ വേണ്ട സമയം എത്രയാണ്? ധരിക്കാൻ എത്ര ആളുകളുടെ സഹായം വേണം? ഉത്തരം 3 മണിക്കൂർ 3 പേരുടെ സഹായം ആവശ്യമാണ്. സ്പേസ് സ്യൂട്ടിന്റെ പ്രത്യേകത? ഉത്തരം 11.5 മണിക്കൂർ പുറത്തു നിന്നുള്ള ഒരു സഹായം കൂടാതെ കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. യാത്രികരുടെ രക്തസമ്മർദ്ദം, ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയവ ഭൂമിയിലെ നിരീക്ഷണ കേന്ദ്രത്തിലിരുന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. മനുഷ്യന്റെ വാസസ്ഥലം ആയേക്കാം എന്ന് വിശ്വാസത്തിന് അനുകൂലമായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ചന്ദ്രന്റെ ഭൂമധ്യരേഖയ്ക്ക് അരികിലുള്ള 2 കിലോമീറ്റർ നീളവും 360 മീറ്റർ വീതിയുമുള്ള ഗുഹ. വളരെ മുൻപ് തന്നെ ചന്ദ്രനിലെ ഗുഹകൾ കണ്ടെത്തിയ ജപ്പാന്റെ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം കഗുയ. മനുഷ്യനെ കയറ്റിയ ആദ്യത്തെ അപ്പോളോ വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 7. മനുഷ്യനെ കയറ്റിയ ആദ്യ അപ്പോളോ വാഹനത്തിലെ യാത്രികർ ആരെല്ലാമായിരുന്നു? ഉത്തരം വാൾട്ടർ ഷിറ, മോൺ ജസ്ലി, വാൾട്ടർ കണ്ണിംഗ് ഹോം. ചന്ദ്രനെ പ്രദക്ഷിണം വയ്ക്കുന്ന ആദ്യ അപ്പോളോ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 8. ചന്ദ്രനിൽ ജലസാന്നിധ്യം ഉണ്ടെന്ന ചാന്ദ്രയാന്റെ സുപ്രധാന കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത് ഏത് ജേണലിലൂടെയാണ്? ഉത്തരം ശാസ്ത്ര ജേണൽ സയൻസിലൂടെ. ചന്ദ്രന്റെ സ്വയം ഭ്രമണകാലം എത്രയാണ്? ഉത്തരം ഭൂമിയിലെ 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ പരിക്രമണകാലം എത്രയാണ്? ഉത്തരം ഭൂമിയിലെ 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. ചന്ദ്രന്റെ ഒരേ വശം തന്നെയാണ് ഭൂമിയിൽ നിന്നും എപ്പോഴും കാണാൻ കഴിയുക. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിലെ പരിക്രമണകാലവും ഭ്രമണകാലവും തുല്യമായതുകൊണ്ട്. ചാന്ദ്രജീപ്പ് മണിക്കൂറിൽ 17 കിലോമീറ്റർ ഓടിച്ച് റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? ഏതു യാത്രയിൽ? ഉത്തരം ജോൺ യങ്, അപ്പോളോ 16 യാത്രയിൽ. ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു യാത്രികരാണ് തോമസ് മാറ്റിംഗ്ലി, ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾക്കായി ജപ്പാൻ ഒരുക്കുന്ന 2 പദ്ധതികൾ? ഉത്തരം ലൂണാറും സെലീനയും. ചാന്ദ്രജീപ് ലൂണാർ റോവറിന്റെ നീളവും ഉയരവും? ഉത്തരം 10 അടി 2 ഇഞ്ച് നീളം, 44 ഇഞ്ച് ഉയരം, 450 പൗണ്ട് ഭാരം. 4 ചക്രങ്ങൾ, ഹാർഡ് കൺട്രോൾ ഉപയോഗിച്ച സഞ്ചാരം, ഭൂമിയിലെ 1000 പൗണ്ട് ഭാരം വഹിക്കാനുള്ള കഴിവ്. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം? ഉത്തരം ചന്ദ്രൻ.
ഹീലിയോസ്ഫിയർ എന്താണ്? ഉത്തരം സൂര്യന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന സ്പേസിലെ പ്രദേശം. സൂര്യന്റെ ഘടന. ഉത്തരം സൂര്യനിൽ 70% ഹൈഡ്രജനും 28% ഹീലിയവും 2% ഭാരമേറിയ മറ്റ് മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. സൂര്യനിലേക്ക് അയക്കുന്ന ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം ആദിത്യ. സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളി. ഉത്തരം കൊറോണ. കൊറോണയെ പറ്റി പഠിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ പദ്ധതി ഏതാണ്? ഉത്തരം ആദിത്യ. കൊറോണയിലെ കുറഞ്ഞ ചൂട്. ഉത്തരം 8 ലക്ഷം ഡിഗ്രി സെൽഷ്യസ്. സൗരയൂഥത്തിന്റെ ദ്രവ്യമാനത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രഹങ്ങൾ. ഉത്തരം സൂര്യനും വലിയ വാതക ഗ്രഹമായ വ്യാഴവും. സൂര്യനെ ഏതു തരത്തിലുള്ള നക്ഷത്രമായാണ് പറയുന്നത്? ഉത്തരം ഒരിടത്തരം മഞ്ഞ നക്ഷത്രമായി. സൗരയൂഥം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യനും സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന 8 ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും അടങ്ങുന്നതാണ് സൗരയൂഥം. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4ാമത്തെ രാജ്യം. ടെർമിനേഷൻ ഷോക്ക് എന്നാൽ എന്താണ്? ഉത്തരം സൗരക്കാറ്റിന്റെ വേഗം കുറയാൻ തുടങ്ങുന്ന ഇടമാണ് ടെർമിനേഷൻ ഷോക്ക്. സൗരക്കാറ്റ് മണിക്കൂറിൽ 10 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സൂര്യനിൽ നിന്ന് അകലുന്നു. ഇത് നക്ഷത്രാന്തര സ്പേസിൽ എത്തുമ്പോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകുന്നു. നിലാവ് എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് നിലാവ് എന്ന് പറയുന്നത്. നിലാവിന്റെ അളവ് ഏറ്റവും കൂടുതൽ ഏത് ദിവസമാണ്? ഉത്തരം പൗർണമി ദിവസം. നിലാവിന്റെ മറ്റൊരു പേര്? ഉത്തരം രാവെളിച്ചം. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ആദ്യത്തെ ബഹിരാകാശ യാത്രിക ആരാണ്? ഉത്തരം വാലന്റീന തെരഷ്കോവ. ബഹിരാകാശത്ത് വെച്ച് പേടകത്തിന് പുറത്തിറങ്ങിയ ആദ്യത്തെ മനുഷ്യൻ? ഉത്തരം അലക്സി ലിയോനോവ്. GPS സംവിധാനത്തിന്റെ ഇന്ത്യൻ മേഖലയിലെ കൃത്യത ഉയർത്താനുള്ള ISROയുടെ ഗവേഷണ പദ്ധതി? ഉത്തരം ഗഗൻ. വ്യാഴത്തെ ഭൂമിയുടെ രക്ഷകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം സൂര്യന്റെ ഗുരുത്വാകർഷണം മൂലം അനേകം വസ്തുക്കൾ സൂര്യന്റെ സമീപത്തേക്ക് കുതിക്കുന്നുണ്ട്. ഈ പാച്ചിലിനിടയിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ ഇവ കടക്കുന്നത് നമുക്ക് അപകടകരമാണ്. എന്നാൽ ഭൂമിയുടെ സമീപത്ത് എത്തുന്നതിനു മുൻപ് വ്യാഴം അതിന്റെ വലിയ ദ്രവ്യമാനം മൂലമുള്ള ഗുരുത്വാകർഷണത്തിൽ മിക്ക വസ്തുക്കളെയും ആ ഗ്രഹത്തിനടുത്തേക്ക് വലിച്ചടിപ്പിച്ച് പതിപ്പിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് വ്യാഴത്തെ ഭൂമിയുടെ രക്ഷകൻ എന്ന് പറയുന്നത്. 1994 വ്യാഴത്തിൽ പതിച്ച വാൽ നക്ഷത്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഷൂമാക്കർ ലെവി 9. ശനിക്ക് ചുറ്റുമുള്ള വലയങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഗലീലിയോ. യുറാനസ് ഗ്രഹം നീല കലർന്ന പച്ച നിറമായി കാണപ്പെടാൻ കാരണം എന്താണ്? ഉത്തരം മീഥേൻ വാതകം. യുറാനസിന് ചുറ്റുമുള്ള 13 വലയങ്ങളിൽ ഏറ്റവും ഉള്ളിലുള്ള വലയം ഏതാണ്? ഉത്തരം സീറ്റ. കിഴക്കു ഭാഗത്ത് പ്രഭാത നക്ഷത്രമായും പടിഞ്ഞാറ് സായൻ നക്ഷത്രമായും കാണുന്ന ഗ്രഹം? ഉത്തരം
ശുക്രൻ. 5 ഘട്ടങ്ങൾ ഉള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ ലോ എർത്ത് ഓർബിറ്റിലെത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം ഏകദേശം 150 കിലോഗ്രാം. 4 ഘട്ടങ്ങൾ ഉള്ളതും ഖരദ്രാവക ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ.